മച്ചാൻ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ എവിടെയല്ലെന്ന് വെച്ചാൽ നമ്മൾ കയാക്കിംഗ് അല്ല സ്പീഡ് ബോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ കണ്ണൂർ കാട്ടാമ്പള്ളി ഏരിയയിലുണ്ട്. ആടുന്ന് ഏകദേശം ഇങ്ങനെ അല്ല അങ്ങോട്ട് പോ, ഇതോടെ അങ്ങോട്ട് പോ, നാടിയിരുടാ അങ്ങോട്ട് പോ വെള്ളേ എന്നാ കളിക്ക് വണ്ടി തിരിയാൻ ഇതെന്താ റിവേഴ്സ് ചെയ്യാറ് അത് എന്നാ കളിക്കുന്നത്. അങ്ങോട്ട് തിരിക്കി ഇങ്ങോട്ടാക്ക് ഇപ്പുറത്താക്ക എടി ഇപ്പുറത്താക്ക് മതിങ്ങളെ അല്ല സീരിയസ് എങ്ങനെ പറ ഏതാ വൈബ് നോക്കിയാ ചാനെ പൊളിയല്ലേട്ടാ സംഭവം. ഇതെല്ലാം മൂടല്ലേട്ടാ, ഒന്നും പറയല്ല. ഗൈസ് നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്, കാട്ടാമ്പള്ളിയിലേക്കാണ്. സമയം ഏകദേശം 4:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളും നമ്മുടെ അനുഗ്രഹം കൂടിയുണ്ട്. നോക്കിയിട്ട് പോകണം ചാവല്ല കൊല്ലല്ല ഗൈസ്, അനുഗ്രഹം കൂടിയിട്ട് അവൻ വണ്ടി ഓടിക്കുന്ന തിരക്കിലാണ്. എന്തായാലും നമുക്ക് പോകാം. അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകൾ കാണാം, അതായിരിക്കല്ലോ ബെറ്റർ. ഇപ്പോൾ എന്താ സംഭവം ഗൈസ് കണ്ടില്ലേ. അനുഗ്രഹ സേഫായിട്ട് ഓടിക്കണേ, എല്ലാവരും എത്തിക്കണേ, ഉറപ്പല്ലേ? ആ റീത്തൊക്കെ അവസ്ഥയാവോ? റീത്തൊന്ന് വെക്കാനാക്കല്ലേ, മയ്യത്താക്കരുത്. ഗൈസ് നമ്മളെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പറ സംഭവം. വണ്ടിന്റെ ബ്രേക്കിലാണല്ലോ പറഞ്ഞേ. ബ്രേക്കില്ല. എടുത്തോ വണ്ടി എടുത്തോ. നീ ക്യാമറ നോക്കണ്ട, നീ ക്യാമറ നോക്കിയാൽ മേത്ത് റീത്തോക്കണ്ട അവസ്ഥ. ആ നേരെ ഇട്ടോ. പിന്നെ വീട്ടിൽ പോകണ്ടേ, 6 മണിക്കുള്ളിൽ കയറണ്ടേ. 6 മണിക്കുള്ളിൽ കയറുന്നോണ്ടാ പറഞ്ഞത്. ആ ഒരീശാരിൽ നോക്കുന്നുണ്ട്. 800 രൂപ ഫൈനാക്കി തരല്ലേ. അമ്മക്ക് വിഷയമല്ലേ, പണം പോട്ടെ പവർ ഇരട്ടല്ലേ. ആ ഇങ്ങനെല്ലാം സംസാരിക്കും. ലാസ്റ്റ് കയ്യിലൊന്നും ഉണ്ടാവില്ല. 5 രൂപ പൈസ ഇല്ല, ഡൂബിയിരിക്കും. ചായ കുടിക്കാൻ പൈസയില്ല. ഈ വീഡിയോ കണ്ട് ചായ കുടിക്കാൻ 100 രൂപ ഇട്ടിരുന്നതിന് പുണ്യം ഉണ്ടാവട്ടെ അല്ലേ. കമന്റ് ബോക്സിൽ നമ്പർ ഇട്ടരാം അല്ല ഗൈസ്. അനുഗ്രഹ വണ്ടി ഓടിക്കുന്നത്. അപ്പൊ എന്താ എവിടെയാ എന്താന്നല്ല, ഉള്ളിൽ നല്ല നെഞ്ചെടുപ്പ് ഉണ്ടോ എന്താണെന്നറിയില്ല. ഓൻ്റെ വണ്ടി എടുത്തിട്ടുള്ളേ. അതൊക്കെ ഉണ്ടാവുന്നതൊന്നും പറയാൻ പറ്റില്ല. അനുഗ്രഹം കാണുന്നുണ്ട്. ആ അനുഗ്രഹം കാണുന്നുണ്ട്. അനുഗ്രഹം മുതിരൊക്കെ ഓടിക്കണേ. പെട്ട് ഗൈസ്, പെട്ട് നമ്മൾ കാണിച്ചത് ഗൈസ്. നമ്മളിപ്പോൾ ഇതാണ് നമ്മളിപ്പോഴത്തെ അവസ്ഥ. ഈ അവസ്ഥയിൽ നമ്മളിനി പോകണല്ലോ. നമുക്ക് നോക്കാം, നമുക്ക് എന്തായാലും ആടെത്താം. അവിടെ നോക്കണം. നമ്മൾ ഓൺ ദ വേ ആണ്, ഓൺ ദ വേ. നമ്മൾ നല്ല സ്പീഡ് ബോട്ട് കയാക്കിങ് സംഭവം, സ്പീഡ് ബോട്ട് കയാക്കിങ് എല്ലാ പരിപാടിയും ഉഷാർ. ഈ വൈകുന്നേരം നമ്മൾ പൊളിക്കാൻ പോകുന്നത്. ഓക്കെ സംഭവം. നമ്മളെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നമ്മളെ കാട്ടാമ്പള്ളിയിലെ കയാക്കിംഗ് ആണ്. അപ്പോൾ നമുക്കിനി അതിൻ്റെ ഉള്ളിലത്തെ വിശേഷം കാണാം. ഇത് നമ്മളെ കാട്ടാമ്പള്ളി കയാക്കിങ്. നമുക്കെന്നാൽ എൻട്രിയിലേക്ക് കാണാം. സംഭവം ഇങ്ങനെ വ്യൂലൊക്കെ അല്ലേ. ഓക്കെ നമ്മളെ അനുഗ്രഹം വെച്ചാൽ അവിടെ നിൽക്കുന്നുണ്ട്. അനുഗ്രഹ ഹായ് നമ്മളെത്തിയില്ലേ, നമ്മൾ സേഫായിട്ട് എത്തിയില്ലേ വണ്ടിയിലോട്. റീത്ത് വെക്കാണ്ട് നമ്മളെത്തിയില്ലേ. അതാണ്. അപ്പോൾ നമ്മളിപ്പം അടുത്ത എക്സ്പീരിയൻസും കയാക്കിങ് ബോട്ട് സർവീസ് അതിൻ്റെ പരിപാടിയിലേക്കെല്ലാം ചെയ്യാൻ പോവാം. അപ്പം നമുക്കിനി ഇത് നമുക്കെല്ലാം പുറത്തെ കാഴ്ചകൾ കണ്ടിരിക്കട്ടെ. അതിൻ്റെ സംഭവം ഇതാ സംഭവം. വെൽക്കം ടു വാട്ടർ സ്പോർട്സ്. സോ ഇത് കണ്ടില്ലേ, ഇതാ സംഭവം. നമ്മൾ ഈ ഒരു വ്യൂവിൽ മൊത്തം എല്ലാം ചെയ്യാൻ പോവാം. ഏകദേശം ഇതാ ഏരിയ. പിന്നെ നീന്തൽ എന്ന് പറഞ്ഞ സാധനം എനിക്കൊരു തുള്ളി അറിയില്ല. എനിക്ക് കാര്യങ്ങളൊക്കെ എന്താ പറയുക എല്ലാം ഭാഗ്യം പോലെ ഇരിക്കും. പക്ഷെ നമ്മൾ വെള്ളം എന്ന് പറഞ്ഞാൽ എനിക്ക് ആഘോഷം. പക്ഷേ എന്താ പറയുക, വെള്ളം എന്ന് പറയുന്നത് ഭയങ്കര തുള്ളിച്ചാട്ടം എല്ലാം കളിക്കാൻ ഞാൻ റെഡിയാണ്. പക്ഷേ പറഞ്ഞിട്ടെന്താ, നമുക്ക് നീന്താൻ ഇപ്പോഴും അറിയില്ല. ഈ പ്രായമായിട്ട് ഇപ്പോഴും നീന്താൻ പഠിക്കാത്ത ഒരാളാണ്. എന്തായാലും നമുക്ക് വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് അല്ലേ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് എന്തായാലും ചെയ്യാം. അനുഗ്രഹം അറിയാം, എക്സൈറ്റഡ് ആറാ ഉറപ്പല്ല. നമുക്ക് തുള്ളിച്ചാട്ടണ്ടേ. വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റി നമ്മൾ കളിക്കാൻ വന്നല്ലേ. എക്സൈറ്റഡ് അല്ലേ? കളിക്കാൻ മീൻസ് നമ്മൾ ചാടി കളിക്കാൻ അല്ലാണ്ട് നീ എന്ത് കളിയാണ് ഉദ്ദേശിച്ചത്? വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റി ആണേ. അതെ ഏതാണെന്നറിയില്ല, നോക്കാം. അപ്പോൾ നമുക്ക് ബാക്കി ഉള്ളിൽ പോവാ. പോവാ. എങ്ങനാ
ആ റേഞ്ചിലായിരിക്കും പോവുക. എന്താണെന്ന് അറിയില്ല. സംഭവം എങ്ങനെയുണ്ട്? സ്ഥലം എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? പൊളിയാനല്ലേ? മൂടും സ്ഥലമല്ലേ? എന്തായാലും പേടിയുണ്ട് അനുഗ്രഹം? ഇല്ല അല്ലേ? സ്വിമ്മിങ് അറിയില്ലേ? ആ എനക്കറിയില്ല, അതാ പ്രശ്നം. ഞാൻ മുമ്പും. എന്തായാലും ഇത് കഴിഞ്ഞാൽ, ഈ പരിപാടി കഴിഞ്ഞാൽ നേരെ നമുക്ക് ഇറങ്ങാം. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ പരിപാടിയാണ്. ഇത് ഫാമിലി ബോട്ടല്ലേ? അടുത്ത വീഡിയോ വന്നിട്ടില്ലെങ്കിൽ, ഈ വീഡിയോ റിലീസ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ മരിച്ചതെന്ന് അർത്ഥം. അല്ലെങ്കിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തെങ്കിൽ ഞാൻ ജീവനോടെ ഉണ്ടെന്ന് അർത്ഥം ഗൈസ്. അപ്പോൾ നമുക്ക് എങ്ങനെയാ വെച്ചാൽ നമുക്ക് നോക്കാം. അപ്പോൾ നോക്കാം എന്താ എങ്ങനെയാ നമ്മൾ വീണ സ്പീഡ് ബോട്ട് എടുത്തിട്ട് വരുമെന്ന് പറയുന്നത് അല്ലേ? നമ്മളെ രക്ഷിക്കാൻ സ്പീഡ് ബോട്ട് എടുത്തിട്ട് അതിൻ്റെ അടിയിൽ മുതൽ നമ്മളെ പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? ബാക്കി മുതലേ ചെയ്യും അല്ലേ? അപ്പം നമ്മൾ നാളെ ജീവനുണ്ടെന്ന് എന്ത് ഉറപ്പുണ്ടാവും നമുക്ക്? പറ. ഉറപ്പില്ല. അപ്പം ഈ വീഡിയോ നാളെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ജീവനോടെ ഉണ്ടല്ലേ? അല്ലേ? വീഡിയോ നാളെ സേഫായിട്ട് എത്തിയെങ്കിൽ നമ്മൾ സേഫാ, അല്ലെങ്കിൽ എന്തോ ഒരു അബദ്ധമുണ്ട്. നമുക്ക് നോക്കാമല്ലേ എങ്ങനെ? ഏതാദ്യം ബ്രോ? സ്പീഡ് ബോട്ടാ അതാദ്യം? ആ എങ്ങനെയാ വെച്ചാ ഇഷ്ടമുള്ള പോലെ. അപ്പം ആദ്യം സ്പീഡ് ബോട്ടല്ലേ? ഇതിന് റെഡിയല്ലേ നീ? പേടിയുണ്ടാ? എന്ത് പേടിയല്ലേ? ഇവൻ പേടിത്തോണ്ടല്ലാ. സ്പീഡില്ലാത്ത സ്പീഡ് ബോട്ട്, അതിലെന്ത് പേരല്ലടാ? അർത്ഥമില്ലല്ല. സംഭവം സ്ലോ ബോട്ടാന്നല്ലേ? അപ്പോൾ നമുക്ക് എന്തായാലും സ്ലോ ബോട്ട് എക്സ്പീരിയൻസ് ചെയ്യാം അല്ലേ? മുന്നിൽ തന്നെ ഇരിക്കും മോനെ. നീന്താൻ സൈഡിൽ വീലല്ലടാ. ഇല്ലടാ, അല്ലാടത്തൊക്കെ നല്ല പേടിയുണ്ടേ. ഒരു മിനിറ്റ് എടാ, ബാക്കിൽ ഇരിക്കട്ടെ, വണ്ടി നിർത്തടാ. നീ മുന്നിൽ നടക്കണട്ടാ. സംഭവം പേടിയല്ലേ? ഇല്ല പേടിക്കാനൊന്നുമില്ലടാ. വ്യൂ വേണ്ട, സംഭവം പൊളിയാന്ന്. സംഭവം നോക്കിയാ അനുഗ്രഹം എങ്ങനാ? എക്സ്പീരിയൻസ് എങ്ങനാ? എടാ എടാ ചെരി 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 എടാ, ചെരി വല്ല സീനട്ടാ. മുതലുണ്ടാവും അടിയിൽ? പെട്രോൾ ഇല്ലാന്ന് തോന്നല്ലേ? അടിയിൽ എന്താ ഉണ്ടാ മുതൽ? എടാ എടാ ചെരിതാ. എടാ ബ്രോ ബ്രോ എടാ, അത് നല്ല പേടിയുണ്ട്. എടാ അങ്ങനെ ശരിക്കല്ലാതാ, ഇതൊന്നും ഡ്രിഫ്റ്റാ. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്. അടി ഇതെന്താ റൗണ്ട് അടിക്കുന്നല്ല? അല്ല ഭാഗ്യമില്ലാത്തല്ലേ? അല്ല ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല, അതാ സംഭവം സീനാണ് കേട്ടോ. ചെരിയുമ്പോൾ നമുക്ക് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് എക്സ്പീരിയൻസ് ആട്ടാ. സംഭവം സീനല്ലേ? സ്പീഡ് ഉണ്ടെങ്കിൽ പൊളിക്കല്ലേ? ലൈഫ് ജാക്കറ്റ് ഇട്ടാൽ മതി. ഡ്രസ്സെല്ലാം എടുത്തിട്ട് വരണം, എന്നാൽ സംഭവം ഉഷാറായിരിക്കും. വീണിട്ട് അങ്ങനെ പൊളിക്കാണ്. ആ ചെറുപുഴയുള്ള സംഭവം നല്ല രസമാടാ, നല്ല വൈബാ. വെള്ളം കേട്ടോ സംഭവം. എടാ ഫോട്ടോ എടുക്കണേ മറക്കല്ലേ? അനുഗ്രഹം സംഭവം എങ്ങനെ പൊളിയല്ലേ? സൺസെറ്റും അനുഗ്രഹവും. ആ സൺകിസ് അടിച്ച്, സൺകിസ് രോമാഞ്ചടിക്കുക. സംഭവം പൊളിയാണ് കേട്ടാ. ആടാ മറ്റേ ഫോണിതാ സാടൂര് കണ്ട സംഭവം. സംഭവം സീനം കേട്ടോ. അത് കണ്ടാ വീടുള്ള വ്യൂ എല്ലാം കണ്ട സംഭവം ഈ രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. കണ്ണൂരല്ലേ? എടാ അതാ അമ്മ വന്ന പാലതാ, നമ്മ വന്ന പാലം. എവിടെയാ പോന്നേ? ലൊക്കേഷനിൽ അടിപൊളി അല്ലേ? വൈബല്ലേ? ആടുന്ന് ഏകദേശം ഇങ്ങനെ അറിയും. അതാടാ തുള്ളുന്നാടാ സംഭവം. മീന് തുള്ളുന്നത് മച്ചാനെ. നമുക്ക് കുറച്ച് മച്ചാന്മാരെ കിട്ടിയിട്ടുണ്ട്. ഹായ് ഹായ്. അതെ കുറച്ച് ആളെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. വ്യൂ വേണ്ട, വ്യൂ പൊളിയല്ലേ? സൺസെറ്റ് വ്യൂ. ഒരു തുള്ളുന്ന മീനെല്ലാം കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇവിടെ. സംഭവം സീനല്ല കേട്ടോ, ഒന്നും പറയല്ല. പോണമെന്നൊന്നുമില്ല അങ്ങനെ പാടം വരെയാ പോകുന്ന പറയുന്നത്. അതിൻ്റെ അതർ റേഞ്ച് വരെ എത്തും. അത്ര വരെ പോകില്ല നമുക്ക് ഒരു റേഞ്ച്. പക്ഷേ ഈ ഏരിയയിലെല്ലാം സംഭവം പൊളി വൈബ് കേട്ടോ, ഒന്നും പറയാനില്ല. എല്ലാം നല്ല നല്ല രസമുണ്ട് കേട്ടോ, നല്ല വൈബ് തന്നെ. അല്ല ആടുന്നല്ല നമുക്ക് കുറച്ച് മാംഗ്രോവ്സ് കാണാൻ പറ്റും അല്ലേ? അനുഗ്രഹം എങ്ങനെയുണ്ട് സംഭവം? എക്സ്പീരിയൻസ് എങ്ങനെയാ? പൊളിയല്ലേ? എന്താ നല്ലൊരു 2-3 വാക്ക് പറ, അഭിപ്രായം പറ.
സത്യം പറഞ്ഞാലേ നമ്മള് ശരിക്കും മൂഞ്ചിട്ടുള്ളത്. നമ്മള് സ്ലോ ബോട്ട് ഇപ്പൊ ചെയ്യുന്നത് വണ്ടി സ്ലോ ബോട്ടിങ്ങാ ചെയ്യുന്നത്. നമുക്കിപ്പോ സ്പീഡ് ബോട്ടിങ്ങിന്റെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവിടെ ചെയ്യുന്നുണ്ടല്ലോ, അവിടെ നല്ലോണം ചെയ്യുന്നുണ്ട്. അപ്പൊ സ്പീഡ് ബോട്ടിംഗ് ആണെങ്കിൽ ഇതിനേക്കാൾ പൊളി ഉണ്ടാവും കേട്ടോ. അതല്ല ഇത് നോക്കിയാ മച്ചാനെ പൊളി തന്നെ കേട്ടോ. സംഭവം ഇതെല്ലാം മൂടന്നെ കേട്ടോ, ഒന്നും പറയല്ല. സംഭവം മൂടല്ലേ മൂട് പൊളി മൂട്. അപ്പൊ നമുക്ക് എന്നാ അടുത്തതിലേക്ക് നമുക്ക് നോക്കാം. സൺസെറ്റിന്റെ വ്യൂ ഉണ്ടാ പോലെ ഏതാ ഭംഗി നോക്കി. ഈ ഒരു ആംബിയൻസിലില്ലേ ചെയ്യുന്നതൊരു പോസിറ്റീവ് ഫീൽ അല്ല കേട്ടോ, ഒന്നും പറയാനില്ല. ഈ ഒരു വൈബിൽ ചെയ്യുന്ന വൈബിൽ തന്നെ പറയാൻ പറ്റും. നമുക്ക് കയാക്കിങ് ചെയ്യുന്ന ഒരാളെ കാണുന്നുണ്ട്. ഇതും അതുപോലെ തന്നെ ഇപ്പുറത്ത് 2 പെഡൽ ബോട്ടിൻ്റെ 2 ടീംസിനെ കാണുന്നുണ്ട്. ആ കയാക്കിനെ മറിച്ചിട്ടാലോ എങ്ങനെയുണ്ട്? സൗദാ ഒരാളെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മളെ ടീം ചെക്കൻ ഒറ്റക്ക് ചെയ്തണ്ടാടാ സംഭവമല്ല അതൊന്നും കിട്ടാ അതല്ലടാ നമ്മളിതാ ഒരാളെ കിട്ടിയിട്ടുണ്ട്. എടുത്തേ നല്ലോണം എടുത്തേ. ആ മോനെ നല്ല ഉണ്ടാവട്ടെ. ചെയ്തോ ഒറ്റക്ക് ചെയ്തോ ഇരിക്കൂ കണ്ടോ. ഞാൻ ചെയ്യൂല, ഞാൻ വീഡിയോ എടുക്കും. അനക്ക് നീയാ ചെയ്യണ്ടേ, എന്റെ മുന്നിൽ നീയാ ഇരിക്കണ്ടേ. പൊരക്കോളം തൊട്ടെന്തായാലും നല്ല അടാ ഡബിള് ചെയ്യാട്ടോ. ഡബിള് ചെയ്തോ. അനക്കെന്തായാലും നീന്താൻ അറിയില്ല. വെള്ളം കൊലിക്കാൻ വീന്നല്ല ഒന്നുമില്ല. നീ പേടിക്കട്ടെ, ധൈര്യം കോൺഫിഡൻസ് ആണല്ലേ. ഞാനാ നിന്റെ കോൺഫിഡൻസ് അല്ലേ. അങ്ങനെ നമ്മളെ സംഭവം കഴിഞ്ഞിട്ടുണ്ട്. സ്പീഡ് ബോട്ട് എന്ന സാധനം സ്ലോ ബോട്ടായിട്ട് ഇതാ ഇരുന്ന് അവസാനിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മ വീണ്ടില്ല. അപ്പോൾ അടുത്തല്ലേ നമുക്ക് പോവാം. ഓക്കെ സായിബ് ആയല്ലേ. വെയിറ്റ് എല്ലാം കുറക്കണം അനുഗ്രഹ കൊലിങ്ങുന്ന ബോട്ടില്ല. അപ്പൊ അടുത്ത ചെയ്യാലോ റെഡിയല്ലേ? പേടിയുണ്ടാ? നിനക്ക് നനയോന്നുള്ള പേടിയാ മുങ്ങോന്നുള്ള പേടിയാ? നനയെന്നുള്ള പേടിയാ. എനക്ക് മുങ്ങോന്നുള്ള പേടിയാ. ലൈഫ് ബോട്ടല്ല, ലൈഫ് ജാക്കറ്റ്. നീ മൂഞ്ചി വെക്കോ ഊമ്പിക്കോ. ഇത് ചെയ്യില്ലേ? പേടിക്കാനൊന്നും ഇല്ലടാ. നിനക്ക് മറിയോന്നുള്ള പേടിയല്ലേ, എനക്ക് മുങ്ങോന്നുള്ള പേടിയാണ്. ഇല്ല ഞാനും കണ്ടിക്കൂ, നീ പേടിക്കണ്ട. എടാ ഇതിനേക്കാൾ സീനാതെ അത് നീ ചെയ്യുമ്പോൾ തന്നെ നീ പേടിക്കുന്നുണ്ട്. അതാകുമ്പോൾ നീ ഇങ്ങനെയാണെങ്കിൽ എന്തായാലും എനിക്ക് പേടിയുണ്ടാവും ഉറപ്പാ. അത് ചെയ്യുമ്പോൾ നിനക്ക് പേടിയുണ്ടെങ്കിൽ ഇത് നല്ല സെറ്റാ. പക്ഷേ പതുക്കെ പോയാൽ മതി. അല്ല ഞാൻ ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ടല്ല പിന്നെന്നാ. ലൈഫ് ജാക്കറ്റ് ഉണ്ട്, സേഫാ. അടി കൂടിയതാ പ്രശ്നം, സൈസ് കൂടുതലാ. ഞാൻ നല്ല വെട്ടിത്തിളങ്ങുന്ന കാറാ. തിളങ്ങൂ വെള്ളത്തിന്റെ അടിയിൽ കാണട്ടെ. ഫ്ലൂറസന്റ് കളറല്ലേ. ഇതെന്താ ഇതിടുന്നില്ലേ? ഇട്ടറല്ലേ? ഞാൻ വരൂല. വീഡിയോ ഇടേണ്ടതാ. എല്ലാരും വീഡിയോ ഇല്ല, ഞാനും ഇല്ല. ചങ്ങായിമാരെ അപ്ലോഡ് ചെയ്യേണ്ട ഞാനാ. തടി കൂടുതലാ. കൈക്കൊന്ന് പറ്റിയേ? പടക്കം പറ്റിയതാ? എടാ എനിക്ക് ഓക്കെ അല്ലേ? ആ എനിക്ക് ഓക്കെ. മോനെ നല്ല സീനാണല്ലോ. പടക്കന്നെ കൈ വെച്ച് കൊടുത്തതാ? കയ്യിൽ വെച്ചതാണ്, തന്നാലെ പൊട്ടി. വീഡിയോ കാണിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? ഇത് കണ്ടോ ഗൈസ്? എൻ്റെ മോനെ പറയാനില്ല. പടക്കം പൊട്ടിയിട്ടല്ല ഇങ്ങനെ സംഭവിക്കാൻ പറഞ്ഞല്ലേ. വലിയ ജോർ റിയാക്ഷൻ വേണ്ട. ഇതും കൂടി ഇട്ടെന്ന്. എന്തുണ്ട് ആ ലുക്കായല്ല? നല്ല റെഡിയായി നിൽക്കാനല്ല. ഒഞ്ചായിട്ടുണ്ടാ ഉള്ളത്. തിരുനാൾ കളി കളിച്ചാലില്ലേ? ആ രണ്ടെണ്ണം നീ തിരിച്ചു വരണ്ടാന്ന് ഓർമ്മയാണ്. നിനക്ക് നീന്താൻ അറിയാം, എനിക്ക് നീന്താൻ അറിയില്ല. ചത്ത സാധനം പൊന്തി നടക്കുന്നില്ലെങ്കിൽ മുങ്ങി ഫ്ലോട്ട് ചെയ്ത് കളിക്കാം. എല്ലാം കണ്ടാ വലിയ പോകുന്ന പോലായിട്ടുണ്ട്. എന്റെ പോയാ മതി ഇതല്ലോ മര്യാദക്ക്. ഇതാ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞുതരൂ കേട്ടോ.
നീയാ ചെയ്യണ്ടേ, ഞാനല്ലേ? രണ്ടെണ്ണം ഞാൻ ചെയ്യൂല, നീ ചെയ്തോളാ. എന്ത് വിചാരം? എടാ ഓൻ ഒറ്റക്കാ, നീ ഒറ്റക്കാ? ഒറ്റക്കാ? നമുക്ക് ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞുതരാം. ഈ സ്പൂൺ വെള്ളത്തിൽ ഇത്ര വരെ മുക്കിയിട്ട് തുഴയണം നല്ല രണ്ടും ഒരേപോലെ ചെയ്യും. അപ്പൊ സ്ട്രൈറ്റ് പോകും. റൈറ്റ് മാത്രം നമ്മൾ 2-3 ഓട്ടം ചെയ്താൽ ലെഫ്റ്റിലേക്ക് ഇട്ടാണാവും, ലെഫ്റ്റ് മാത്രം ചെയ്താൽ റൈറ്റിലേക്ക് ഇട്ടാണ്. ബ്രേക്കിംഗ് വെച്ചാൽ നേരെ ബാക്കിൽ. എന്താണ് വണ്ടി ഒത്ത സെറ്റപ്പ് ആണല്ല? തൊഴലെങ്ങനെയാണെന്ന് പറഞ്ഞ ഇതെന്താ വണ്ടിന്റെ ഹാൻഡിലിങ്ങാ? എത്തിച്ചാൽ നല്ലത്, നീയും കൂടി പെടുവട്ടാ. ഇരിക്കാലോ. എങ്ങനെ ഇരിക്കണ്ടേ? കുറച്ച് ബാഗ് സീറ്റ് ഓക്കെ സെറ്റല്ലേ? ഇതിന് സെറ്റാ. അല്ലാ അല്ലാ എടാ എനിക്ക് പേടിണ്ടാ. എടാ 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 ആദ്യം പതുക്കെ അഞ്ചമ്മ തൊഴല്ലേ എല്ലിന്റെ ബാക്കി വെക്കൂ ഞാൻ. അനക്കല്ലടാ. എടാ നല്ല പേടിണ്ടാ. തൊഴഞ്ഞോ തൊഴഞ്ഞോ പണിയെടുക്ക്. എടാ സംഭവം സീനാണേ. ഓനെ തൊട്ട താഴെ വീണ സീൻ. നീ പതുക്കെ ശരിയല്ലേ അനുഗ്രഹ? തമാശ കളിക്കല്ലേ? എനിക്ക് വീഴ ശരിയല്ലേ? പരിപ്പട ചായ ഞാൻ വേറെ മേടിച്ചരാ, ചിക്കൻ റോൾ ആക്കി തരാ. എടാ കളിക്കല്ലേ അവള്. സംഭവം ഇതെന്താടാ? നല്ല ഉണ്ടല്ലേ? സീനൊന്നുമില്ലല്ലോ. കിടക്കട്ടെ ഞാൻ, നമുക്ക് ഉറങ്ങാലോ അല്ലേ? ഓക്കെ ഓക്കെ. സംഭവം അപ്പോൾ സേഫാണ്, സീനൊന്നുമില്ല. നല്ല മൂഡ് ഗൈസ്, മൂഡ്. സംഭവം പൊളിയല്ലേ? അനുഗ്രഹ തൊഴ കമോൺ. ഹേയ് ജയ് തൊഴ, ജയ് തൊഴ, ജയ് തൊഴ തൊഴ. എന്ത് സംഭവം ഉഷാറില്ലേട്ടാ, ഒന്നും പറയല്ല. അത് മലയാളീസാ അല്ല. അങ്ങോട്ട് പോ, ഇതേടെ അങ്ങോട്ട് പോ, നാടി ഇരുട്ടാ. അങ്ങോട്ട് പോ പൊണ്ണേ. എന്നാ കളിക്ക് വണ്ടി തിരിയാൻ. ഇതെന്താ റിവേഴ്സ് ചെയ്യാറ്? അത് എന്നാ കളിക്കുന്നത്? അങ്ങോട്ട് തിരിക്കി. എടാ അപ്പൊ അപ്പുറത്തെ ഇത് ഫിസിക്സ് ആണ്. ജിജേഷിന്റെ ക്ലാസ്സിൽ ഇരിക്കണം എന്ന് ആദ്യം പറഞ്ഞിട്ടില്ലേ? ജിജേഷിന്റെ ക്ലാസ്സിൽ ഫോൺ നോക്കി ഇരിക്കുമ്പോ മടിക്കണേനു. അതാണ് ക്ലാസ്സിൽ കുറച്ച് ശ്രദ്ധിക്കണത്. +2 തിരുടും കളിയല്ലേ? ക്ലാസ്സിൽ ഇരുന്ന് കളിക്കോ? ഇപ്പുറത്തേക്ക് തിരിയണേ അപ്പുറത്ത് തിരിയണോ? അത് അറിയില്ല. ഇനി ഇപ്പുറത്ത് വേണമെങ്കിൽ ഇപ്പുറത്തെ സൈഡ് തിരിയണോ? ഇത് അയാളെ പോയിട്ട് ഉമ്മ വെക്കിനി. ഇതുപോലെ പോയാ മതി ശാന്തമായി. പൊരെല്ലാം പിടിക്കണ? ഇവിടെ ഇരുന്നാലോ? പൊര പിടിക്കണ? ആ നമുക്ക് ഇവിടെ കുറച്ച് ആൾക്കാരെ കാണാൻ പറ്റും ഗൈസ്. കൈവേട് എടുക്കാനാ ചെയ്തു തുടങ്ങിയതിന്. നീ എന്താ പറയുന്നത്? ചെയ്തു തുടങ്ങിയതിന് എടുത്തു മുതലെടുത്തു. അത് നിന്റെ പാൻറ്റിന്റെ അടിയിലുള്ള മുതലായിരിക്കും. പാൻറ്റിന്റെ അടിയിലുള്ള ഒരു മുതലിനെ കാണുന്നുണ്ട് ഗൈസ്. നമുക്ക് സംഭവം ഇങ്ങനെ പൊളിയല്ലേ? കുറച്ച് ആൾക്കാരെ കാണാൻ. എടാ അങ്ങോട്ട് പോയാ കയറാന്നേ, വീണേക്കല്ലേ? ബ്രേക്ക് ഇട്. ഹാൻഡ് ബ്രേക്ക് ഇല്ല. ഹാൻഡ് ബ്രേക്ക് ഇടാ. നമ്മളിതാ ചുറ്റും നല്ല വൈബ് ഉണ്ട്. നമ്മൾ കുറച്ച് ആൾക്കാരുണ്ട്. എടാ പറ എന്ത് സംഭവം? അത് നല്ല ഐഡിയ അല്ലേ? ഏച്ചിയുടെ അടുത്ത് പോയാലോ? നല്ല ലുക്ക് ഉണ്ട് അല്ലേ? സൗന്ദര്യം ഉണ്ട്. പോരാ മറ്റേത് പോരാ. നീ വിട്, വണ്ടി വിട്. എടാ കൈവേന എടുക്കുന്നടാ. എനിക്കിത് പിടിക്കുമ്പോ നീ കൈ പിടിക്കുമ്പോ കൈവേന എടുക്കുന്നില്ല. എനിക്കിത് പിടിക്കുമ്പോ കൈവേന എടുക്കുന്നത്. എന്ത് നിർത്തിയാ നമ്മള് ഇതല്ല നമ്മളിന്റെ നടുക്കുന്നിട്ട് ഉണ്ടപ്പം ചൂടാനാ? ഒഴിവാക്കാനാ? എനിക്ക് പറ്റുന്നില്ല. ഞാൻ ചെയ്യണാ? എടാ ചങ്ങായനെല്ലാം കണ്ടുപിടിക്കും. ഇത്രയും പ്രായമായിട്ട് ചെയ്ത് നോക്ക്. നീക്കല്ലോ കളിക്കാനും പോലെ. ഇവനെന്താ കളിക്കുന്നത് എൻ്റെ അടുത്ത്? ഓനെന്താ അതിൻ്റെ അടുത്ത് പോകുന്നത്? എടാ തട്ടി. എടാ വയറുണ്ട്. അല്ലാ കയറുണ്ട് അടി കയറുണ്ട്. ഇതാ ആ കയറ് പോട്ടെ. കയറുപോയി. എന്നാ കളിക്കുന്നത് നീയല്ലോ? ബാ നീ വിട്ടോ, ഓറോടെ വിട്ടോ. മാമാ ഹായ് മാമ ഒരു ഹായ് തരൂ. യൂട്യൂബ് ബ്ലോഗ് അടിപൊളി വൈബല്ലേ?
എടാ നമ്മൾ അങ്ങോട്ടേക്ക് എത്തണോ? ആരും വന്നിട്ട് പിടിച്ചരും ചെയ്യില്ല. പോ എടാ നീ എന്നാടാ ചെയ് തൊഴേ. നീ എൻ്റെ തൊഴ മാസ്റ്റർ. തൊഴ മാസ്റ്റർ വേ പോകൂ. തൊഴ മാസ്റ്റർ വേ പോകൂ. എടാ ലൊക്കേഷൻ ഇടാ, അങ്ങോട്ടേക്ക് വിട്. സൗണ്ട് ഇട്ടോ സംശയ. ഹായ് മച്ചാൻ, മലയാളിയാണോ? നാട്ടിലെവിടെയാ? എവിടാ? ഒട്ടിയാറ്. ഓക്കെ ബ്രോ, നമുക്കൊരാളെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. വ്യൂ തന്നെ അടിപൊളി അല്ലേ? ക്യാമറ കടിക്കല്ലേ? വ്യൂ തന്നെയാ പൊളി മോനെ. ഒരു ചത്ത നാറ്റം മണക്കുന്നുണ്ട് കേട്ടാ. അതെന്താന്ന് സംഭവം? സൺസെറ്റാണ്. സൺസെറ്റാണ് അല്ലേ? സൺസെറ്റാണ്. നമ്മൾ സംഭവം പൊളിയാണ് കേട്ടോ അല്ലേ? അങ്ങോട്ട് പോടേ ബ്രോ. ഇവൻ വഴി തെറ്റി, ഇവന്റെ ലൊക്കേഷൻ തെറ്റി. അതിന് പോയി അടിക്ക്. എടാ അങ്ങോട്ട് പോടാ, നീ എവിടെയോ പോന്ന്. നല്ല ആളെ വെച്ചിട്ട് വളക്ക് വളക്ക്. അതാ ചങ്ങായി പറയും നോക്ക്. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, അപ്പുറത്തൊക്കെ ഞാൻ ഉപയോഗിക്കണ്ടേന്ന്. ചെക്കന് ഫിസിക്സ് ക്ലാസ്സിൽ ഇരിക്കാത്തതിന്റെ പ്രശ്നം. മര്യാദക്ക് തുഴയുന്നില്ല ഗൈസ്. കാണുന്നില്ല അനുഗ്രഹത്തെ, കാണുന്നില്ല അനുഗ്രഹം, കാണുന്നില്ല. നിന്നെ കാണുന്നുണ്ട്. അതാ ഇതാദ്യം പോന്ന അങ്ങോട്ട്. എടാ നിനക്ക് തലക്ക് തിരിടണ്ടാ? നീക്ക് റൈറ്റ് ലെഫ്റ്റ് ഏതാന്നറിയില്ല. പെമ്പിള്ളേർക്കാൾ കഷ്ടാതല്ല. എടാ നീ അങ്ങോട്ടാ പോണ്ടേ, ഇവരാടെ പോണ്ടത്, ഇത് ഇങ്ങോട്ടേക്ക് പോവാ. എടാ ബ്രോ നമ്മൾ ആദ്യം ലൊക്കേഷൻ തെറ്റി. എടാ അങ്ങോട്ട് തിരിക്ക്. നീ എന്താ ഇത് നിന്റെ മെർസിഡസ് ബെൻസ് വണ്ടിയല്ല. തിരിക്ക്. അതാ ഓറ അതിന്റെ ഉള്ളിലെത്തി. ബദിരീങ്ങൾ അള്ളാഹുവിന്റെ കുതിരത്തെ ഇവനല്ലാന്നല്ല കേറ്റീന്. ഡ്രിഫ്റ്റ് എടുക്കാം. തിരിക്ക് കവാൻ നല്ല ഉഷാറായിട്ടെ. അതാണ് സ്ട്രൈറ്റ് വിട്. അതിന് ഇപ്പുറത്തും ചെയ്യുമ്പോ കിട്ടും. ഇതിപ്പോ ഞാൻ ചെയ്യേണ്ട അവസ്ഥയല്ലടാ എനിക്ക്. സംഭവം വ്യൂ പൊളി തന്നെ കേട്ടോ, ഒന്നും പറയില്ല. ആ കാണുന്നതിൻ്റെ ഉള്ളിലൂട്ടിന് പോണം. എടാ നോക്കിയിട്ട് പോണേ. അങ്ങോട്ടേക്ക് അടി, കുറച്ചിങ്ങോട്ടടി. അടിക്ക്. ആ അടിക്ക്. ഇങ്ങോട്ടടി. വാളക്കട വണ്ടി. ഇനി ആടെ പോയിട്ട് അടിക്ക്. ഇവൻ ഓടിക്കാനൊന്നും അറിയില്ല. അതാ എവിടെയോ പോതാ. അങ്ങ് പോണ്ട, ഇങ്ങോട്ടെത്തി. നീ എടി പോന്ന് എന്നെ മുന്നിലിരുത്തിന്. എടി ഇത് കാണാനാ വന്നിന്. എടാ ഇതിനെല്ലാളെല്ലാം കൂട്ടിയിട്ട് ചെയ്യാൻ വന്നില്ലടാ. എടാ വളച്ചായി എത്ര വട്ടായി വളട്ടം ചുറ്റതാടാ നീയല്ലോ. ആ ചെങ്ങായി ആടെത്തി. അതിനാദ്യം അങ്ങോട്ട് പോ, നീ വട്ടം ചുറ്റി. എടാ വെച്ച് പോടാ. മര്യാദക്ക് ചെയ്യാൻ പഠിക്കുന്നില്ലല്ലോ. അതാ നീ എവിടെയാ പോന്നടാ? ഇതൊന്നാ കളിക്കുന്നടാ. നിനക്ക് ഇനി ചവിട്ട് ഞാൻ ബാക്കോട്ട് തരാം. എടാ അതാ കുറച്ചിങ്ങോട്ടാക്കാ. വാ അങ്ങ് അതാണ്. ഇങ്ങോട്ടാക്കി ഇപ്പുറത്താക്കാ. ഇപ്പുറത്താക്ക് മതിങ്ങളെ. അല്ല നീ എന്താ കളിക്കുന്ന അനുഗ്രഹ? എന്നെ കൂടി വീപ്പിക്കോ. നീ കൊറേ റൗണ്ട് ചുറ്റുമെന്ന്. ഇതിന് നല്ല അപ്പുറം പോന്നെയാ. നമുക്ക് തിരിച്ച് അങ്ങോട്ടേക്ക് പോവാ. മതിയാക്കി വെച്ച് പോടാണത്. വന്നിട്ട് പിന്നെ വെല്ലാടെ പോലെ കേറി. എടാ ചങ്ങായിക്ക് എത്ര വട്ടം പറഞ്ഞത് ഇനി ആടപ്പോ. ഇതിലെല്ലാം ആളല്ല കേട്ടീന്. നമ്മളെങ്ങനെ നമ്മളെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. തുഴഞ്ഞു വന്ന് ഇവൻ ഒരു പരിപാടിയല്ലേ. തുഴഞ്ഞു രണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഈടുന്ന് വീടിനെങ്കിൽ നിന്റെ ബാക്കിയാൻ വെക്കൂല. എല്ലാം കയറ്റി ലാസ്റ്റ് അവസാനം വീഴടാ. നല്ല ഉണ്ടാവും അല്ലേ? ഓൾറെഡി പാൻറ് ഒത്തം തന്നെ. സത്യം പറയല, ഇത് നനീതാന്നല്ലേ. അങ്ങോട്ടേക്ക് വളച്ചു പോ. ഇതെന്നാണ് ചങ്ങായിന്റെ സ്റ്റഡി ക്ലാസ് ശരിയില്ല പോലും. എടാ അടിക്കല്ലേ ഇത് അവസാനം വീണ നാണം കെടുവേ. ഞാൻ എണീക്കുന്നില്ല, പേടിക്കല്ല.
തലയിൽ വരാ അവസാനം എടാ ഞാൻ ആദ്യം എണീക്കട്ടാ. ആ ഓക്കെ ഓക്കെ തിരക്കില്ല, നമുക്ക് തിരക്കൊന്നുമില്ല. അതിലെ പിന്നെ എടുത്ത് വെച്ചോടെ, നമ്മളല്ലടാ പ്രയോറിറ്റി. എക്സ്പീരിയൻസ് എങ്ങനെ പറ? പണി പിടിപ്പിച്ചാൽ എന്താ, നല്ല ബൈസൺ റൈസും കിട്ടിയില്ലേ? സംഭവം എങ്ങനെ പൊളിയല്ലേ? എങ്ങനെയുണ്ട്? അടിപൊളിയാ അല്ലല്ലേ? വീണിട്ടില്ല അല്ലേ? വീണേനല്ലേ? നമുക്ക് കുറച്ച് വീണിനെങ്കിൽ അടിപൊളിയാ അല്ലേ? വീഴണം. ഡ്രസ്സെല്ലാം എക്സ്ട്രാ ഡ്രസ്സെല്ലാം എടുത്തിട്ട് എന്താണ് പൊളിക്കും. വീണാൽ നല്ല രസം അവിടെ, നല്ല കളിക്കാം. പക്ഷെ ഡ്രസ്സില്ലല്ലോ, വാച്ചെല്ലാം ഉണ്ട്, 5 ഫോൺ എല്ലാം ഉണ്ടല്ലോ. സംഭവം പൊളിയാ. ഗൈസ് അങ്ങനെ ഫൈനലി ഫിനിഷ് ചെയ്തിട്ടുണ്ട് നമ്മളെ പരിപാടി. ഏകദേശം രാത്രി 6:30 ആയി. അപ്പോൾ ഇനിയൊന്നുമില്ല, ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു പൈനാപ്പിൾ ജ്യൂസ് വരാനുണ്ട്, ഓടി കുടിച്ചാൽ നേരെ സംഭവം തീർന്ന്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് വേറെ ഇല്ല, നമ്മളെ കണ്ണൂർ കാട്ടാമ്പള്ളിയുള്ള കയാക്കിങ്. കാട്ടാമ്പള്ളി കയാക്കിങ്, അതാ സംഭവം. അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യുക. ഇവിടെ കണ്ണൂരുള്ള ആൾക്കാരെല്ലാം നമ്മൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു വട്ടെങ്കിലും ലൈഫിൽ വന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ദിസ് ഇസ് ബൈ ഫ്രം ഡിഗിൻ ഫുഡ്. സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ഇടാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. വീണ്ടും വരുന്നതായിരിക്കും. ബൈ.